എഴുന്നേറ്റില്ല. എഴുന്നേറ്റോ നിങ്ങളെ കോലത്തില് ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ക്രൗൺ പ്ലാസയിൽ ഒരു യുവ സെമിനാർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് മുളവുകാടാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അവിടുന്ന് ബോട്ടിന് പോകാനായിട്ട് ഞായറാഴ്ചയായിരുന്നേ, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞായറാഴ്ച, പ്രോഗ്രാം ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഇവിടുന്ന് ബസ്സില്ല ഹൈക്കോർട്ടിലോട്ട് കൊച്ചി, നേരെ മറിച്ച് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ബോട്ടിന് പോകുന്നത്. ഇവരുടെ വീടിനടുത്ത് തന്നെയാണ് ബോട്ടിന് കയറാനുള്ള തയ്യാറെടുപ്പാണ്. ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 7:30 അപ്പം ഇതാ ബോട്ടിലോട്ട് കയറാൻ പോവാണ്. കുറേ നാളായി. കുട്ടനാട്ടുകാരിയാണെങ്കിലും ബോട്ടിൽ നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഒരു ത്രില്ലായിരുന്നു ബോട്ടിൽ പോകാനായിട്ട്. നല്ല രസമായിരുന്നു ഇവിടെ എല്ലാം കാണാനായിട്ടൊക്കെ. അങ്ങനെ ബോട്ടിലൊക്കെ കയറി ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് 5 മിനിറ്റ് ഉണ്ടായിരുന്നു ബോട്ട് വിടാനായിട്ട്. വേറെ 1-2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബോട്ട് എടുത്തു, ടിക്കറ്റ് എടുത്തു. 11 രൂപയാണ് മുളവുകാടിൽ നിന്ന് ഹൈക്കോർട്ട് വരെ 11 രൂപ ചാർജ് ചെയ്തു. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം കാണാൻ. വലിയ ആറാണ്, നമ്മുടെ കിടങ്ങറയിലെ പോലെ. അതിൻ്റെ ഇരട്ടിയുണ്ട് കേട്ടോ, അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുണ്ടെന്ന് തോന്നുന്നു. വലിയ ആറാണ്. ഈ കാണുന്ന അപശനുണ്ടല്ലോ, ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അക്കരെ ഇക്കരെ ഏതാ സ്ഥലം, പിന്നെ എങ്ങനെ ഇവിടുത്തെ ഓരോ തുരുത്തുകൾ, ഏതാ സ്ഥലം എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. മുളവുകാട് എന്ന് പറയുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ബോൾഗാട്ടി ദ്വീപ് എന്നും അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. കൊച്ചി നഗരത്തിലാണ്. ഇതൊരു ദ്വീപ് പോലെയാണ്, പക്ഷേ റോഡുമായിട്ട് നല്ല കണക്ഷനുണ്ട്. ബസ് സർവീസുണ്ട്. ഞായറാഴ്ച മാത്രം ബസ് സർവീസ് ഇല്ല. പിന്നെ പറയാനുള്ളത്, വൈപ്പിൻ ദ്വീപും വല്ലാർപാടം ദ്വീപും ഒക്കെ ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. പാലങ്ങൾ, ഗോശ്രീ പാലങ്ങൾ വഴിയാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ടെർമിനൽ, കണ്ടെയ്നർ ടെർമിനൽ പാനലൊക്കെ ഉണ്ട്. ഇതൊരു ബോട്ട് ഷെട്ടിലോട്ട് എത്തുകയാണ്. ഇവിടെ എല്ലാം ഉണ്ടല്ലോ തുരുത്തുകളാണ്, അക്കരെ ഇക്കരെയായിട്ട് ചെറിയ ചെറിയ തുരുത്തുകളാണ്. ഇവർക്ക് ചില തുരുത്തുകളിൽ ബോട്ടല്ലാതെ അവർക്ക് വേറൊരു ടൗണിലോട്ട് എത്താണ്ട് വേറൊരു മാർഗ്ഗവും ഇല്ല. ബോട്ട് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുഞ്ഞ് ഒരു 10-15 വീടുകൾ മാത്രമുള്ള ചെറിയ ചെറിയ തുരുത്തുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ബോട്ട് അടുപ്പിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ടേ. അവിടുന്ന് ബോട്ട് എടുത്ത് കയറേണ്ട ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു അവിടെ. അതാണ് കറക്റ്റ് അറിയില്ല. ബോട്ട് മുന്നോട്ട് പോവാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. രാവിലെ ആയതുള്ളൂ, 7:30 കഴിഞ്ഞതേ ഉള്ളേ. ആ മഞ്ഞിൻ്റെ ചെറിയ മഞ്ഞ് വിട്ട് പോകുന്നതേ ഉള്ളൂ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ആകർഷണം ഇവിടെ മറ്റേ ചീനവല, അത് ഒത്തിരിയാണ്. കണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഇത് 7:30 കഴിഞ്ഞ്. പക്ഷെ എന്നാലും ആ വെട്ടമൊക്കെ വീണ് തുടങ്ങി, ആ വെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഒരു ഹൗസ് ബോട്ട് പോലത്തെ എന്തോ മേക്കെയാണ്. ഇങ്ങനെ മറ്റേ നമ്മുടെ അരയന്നത്തിൻ്റെയൊക്കെ മോഡലിൽ
കണ്ടോ എന്ത് നല്ല സീനറിയാന്ന് നോക്കി. ബോട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് മൊത്തം ചീനവലകളാണേ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് രസമാന്ന് നോക്കിയേ ഇത് കാണാൻ. വലിയ കായലല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ യാത്രയൊക്കെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വാട്ടർ മെട്രോയുടെ ബോട്ട് പോകുന്നുണ്ടോ. ഇവിടെ വാട്ടർ മെട്രോ സജീവമാണ് കേട്ടോ. കാക്കനാടും ഹൈക്കോട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് ഒത്തിരി വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. ഒരുപാട് സർവീസ് ഇവർ നടത്തുന്നുണ്ട്. ബോട്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെ ഓടുകയാണ്. അതാണ് ഗോശ്രീ പാലം കേട്ടോ, വൈപ്പിൻ ദ്വീപിനെ കണക്ട് ചെയ്യുന്ന പാലം. ചീനവലയും അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു ഒന്നോ രണ്ടോ പേർക്കോ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു ചെറുതുപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചീനവലയുടെ അറ്റത്തായിട്ട് ഒരു ബൈക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ എന്തിനാണെന്ന്. എനിക്കത് മനസ്സിലായില്ല എന്തിനാണെന്ന്.
അടുത്ത സ്റ്റേഷൻ എത്താനായി. ഓരോ ജെട്ടിയിലും ഇവർ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഇവർ കേട്ടോ ഇത് ചെയ്യുന്നത്. ജെട്ടിയൊക്കെ എല്ലാം മെയിൻ്റനൻസ്, ചില ബോട്ട് ജെട്ടികൾ മാത്രമേ ഉള്ളൂ മെയിൻ്റനൻസ് കഴിഞ്ഞത്. പക്ഷേ ഉണ്ടോ ഇവരെന്ത് പാടുപെട്ടിട്ടാണ് ഇത് വലിച്ച് ഇത് അടുപ്പിച്ച് ഓരോ മനുഷ്യരെ ഇവർ ഭയങ്കര സേഫ്റ്റി ആയിട്ട് ഇവർ കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് കേട്ടോ. ബോട്ടിലെ ജീവനക്കാരെല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡ് സ്റ്റാഫുകളാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും വന്ന് വിശേഷം തിരക്കുക, ഇവിടെ പോവുക, എന്തിന് പോവുക, ഭയങ്കര നല്ല ഇതായിട്ടാണ് കേട്ടോ എല്ലാവരും ഇടപെട്ടിരുന്നത്. ഈ അപചം പ്രത്യേകിച്ച് കേട്ടോ നല്ല സ്നേഹമായിരുന്നു. ഇത് ടൗണിലോട്ട് എത്താറായി. ഇനിയിപ്പോൾ മൊത്തം കാണുന്നത് ഫ്ലാറ്റുകളാണ്. മെറീന, KTDCക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റുകൾ, ഇതൊക്കെയാണ് ഇനി അങ്ങോട്ട് കാണുന്നത്. മെറീന മോളൊക്കെ ഇല്ലേ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫ്ലാറ്റുകൾ, ഇതെല്ലാം കാണാം. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഫാം ഹൗസുകൾ, വാട്ടർ സ്പോർട്സ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ജോഗിങ് ട്രാക്കുകൾക്ക് ഇഷ്ടംപോലെ കാണാം. ഇതാ നേരെ ഓപ്പോസിറ്റ് ഒരു കപ്പൽ പോലത്തെ ഒരു ചെറിയ ഷിപ്പ് പോലത്തെ. അപ്പോൾ ആ ബോട്ടിലെ ഒരു ജീവനക്കാരൻ, ഒരു അപ്പച്ചൻ പറഞ്ഞതാ അത് കടലിലോട്ട് പോകുന്ന ഷിപ്പാണ്. ഈ അപ്പച്ചൻ പറഞ്ഞു തരുമായിരുന്നു അതെല്ലാം. നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുക കേട്ടോ. ഭയങ്കര സ്നേഹം ഇവർക്കെല്ലാം, നല്ല ആൾക്കാരാണ്. നമ്മൾ ടൗണിലോട്ട് എത്താറായേ. നമ്മൾ ബോട്ട് ജെട്ടിയിലെത്തി. ഇത് അടുപ്പിക്കുകയാണ്. അടുപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട് ക്രൗൺ പ്ലാസയിൽ, അതിനാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഈ ബോട്ടിന് തന്നെ തിരിച്ച് 1 മണിക്ക് 1:10 പറഞ്ഞു ഈ ബോട്ട്. അപ്പം ഈ ബോട്ടിനാണ് നമുക്ക് തിരിച്ചു പോകണം. ഇന്ന് ബസ് ഉണ്ടാവില്ല, ഞായറാഴ്ച കൊണ്ട് ബസ് സർവീസ് ഇല്ല. അവരോട് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് ഞാൻ വരുമെന്നൊക്കെ. നല്ല സ്നേഹമായിരുന്നു കേട്ടോ. എല്ലാവരും പോയി നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, സെമിനാർ കൂടുക എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. വീഡിയോ വൈൻഡ് ചെയ്യുന്നു. ബൈ.